ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി റാപ്പാണ്. ഇതാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ലഞ്ചായിട്ടും ഡിന്നറായിട്ടും കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ കണ്ടാലോ? സോ ഞാൻ ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് റാപ്പിലിടാനുള്ള സോസാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കൊറിയൻഡർ ലീവ്സും മിൻറ്റ് ലീവ്സും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഗാർലിക്കും പിന്നെ മുളകുമാണ് കേട്ടോ വേണ്ടുന്നത്. ഇതെല്ലാം കൂടി ഒരു ബ്ലെൻഡറിലിട്ട് അതിൻ്റെ കൂടെ ഗ്രീക്ക് യോഗേർട്ട്, കുറച്ച് ജീരകപ്പൊടിയും പെപ്പർ പൗഡറും ഉപ്പും കൂടി ഇട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ അല്പം വെള്ളം കൂടെ ചേർത്തായിരുന്നേ, കുറച്ച് വെള്ളം മാത്രം മതി, അതൊന്ന് അരയാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനെ മിൻറ്റ് കൊറിയൻഡർ ചട്നി ഇവിടെ റെഡിയായി. ഇതൊരു കണ്ടെയ്നറിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ മതിയേ, കുറേ നാൾ ഇരുന്നുള്ളൂ ഇങ്ങനെ തന്നെ. അത് കഴിഞ്ഞ് കടായിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് സ്റ്റീലായതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചത്, അല്ലെങ്കിൽ ഇത്രയും പോലെ എണ്ണ വേണ്ട. പിന്നെ ഈ ചിക്കൻ്റെ മാരിനേഷൻ ഞാൻ ചെയ്തത് പെപ്പറും ഉപ്പും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് വെന്ത് വന്ന ചിക്കനിനെ ഞാനിങ്ങനെ ഉടച്ചിടും കേട്ടോ. ഈ കടായിൽ തന്നെയാണ് ഞാൻ ഉടച്ചിടുന്നത്. എന്നിട്ട് ആ സെയിം പ്ലേറ്റിൽ തന്നെ ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച്, വേണമെങ്കിൽ നമുക്ക് കഴുകിയിട്ട് ഉപയോഗിക്കും, പക്ഷേ എനിക്ക് മടിയായതുകൊണ്ട് ഞാനത് ചെയ്തില്ല. എന്നിട്ട് ആ മുട്ട ഒന്ന് ഇളക്കി ബുർജി പോലെ ആക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ക്യാരറ്റ്, കുറച്ച് സ്പിനാച്ചും, ഇതിൽ മിക്ക വെജിറ്റബിൾസും അങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് റോ വെജിറ്റബിൾസ് അല്ല, വെജിറ്റബിൾസ് തന്നെ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് സോട്ടേ ചെയ്തിട്ട് ഫില്ലിങ്സ് ആയിട്ട് റാപ്പിലിടുന്നത് കേട്ടോ. മാത്രമല്ല ഇങ്ങനെ ചെയ്യുമ്പം ടേസ്റ്റും കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടേ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ക്യൂക്കുംബർ കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനത് നന്നായിട്ടൊന്ന് ഉടച്ച് ചെറുതാക്കും കേട്ടോ. കാരണം എൻ്റെ ഹസ്ബൻഡിന് ഈ ക്യൂക്കുംബർ തീരെ ഇഷ്ടമല്ല. അപ്പോൾ അത് വലുതായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒരുമാതിരി വൊമിറ്റ് ചെയ്യാൻ പോകുന്നത് പോലൊക്കെ കാണിക്കും കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് അതിൻ്റെ വയറ്റിലോട്ട് ചെല്ലട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇതിനിടയിൽ ഞാൻ കോണ് മൈക്രോവേവിൽ വേവിക്കുന്നുണ്ടായിരുന്നു. മൈക്രോവേവിൽ നമുക്കൊരു 4 മിനിറ്റ്സ് വേവിച്ചാൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് ഞാൻ ആ ഫില്ലിങ്സിലേക്ക് കോണൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകും ആണ് കേട്ടോ ഇടുന്നത്. അത്ര മാത്രമേ ഇതിനകത്തോട്ട് ചേർക്കുന്നുള്ളൂ, എന്നാൽ പോലും നല്ല ടേസ്റ്റാണേ. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി ഓഫ് ചെയ്യാം കേട്ടോ. ഇനിയൊരു റാപ്പ് എടുത്തിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ചട്നി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ കുറച്ച് അവോക്കാഡോ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഈ അവോക്കാഡോയുടെ പകുതി മാത്രമാണ് ഞാൻ എടുക്കുന്നത് ഒരു റാപ്പിൽ. അതിലേക്ക് നമുക്ക് ഈ ഫില്ലിങ്സ് എല്ലാം കൂടെ ഇടാം. എന്നിട്ട് അത് റാപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ആക്ച്വലി എനിക്ക് റാപ്പ് ചെയ്യാൻ ഞാൻ അത്ര എക്സ്പേർട്ടല്ല. ഞാനിവിടെ സ്ട്രഗിൾ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലേ. അങ്ങനെ ഫൈനലി ഈ റാപ്പ് തയ്യാറായി.